സുമോദ് കൂടി ചേരുകയാണ്. ഞാൻ സുഹൈലിലേക്ക് വരാം. സുമോദ, ട്രംപ് പറയുന്നു വെടിനിർത്തലെന്ന്. ഇപ്പോൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇസ്ഹാഖ് ദറും പറഞ്ഞിരിക്കുന്നു വെടിനിർത്തലെന്ന്. ഇന്ത്യയുടെ പ്രതികരണം വന്നോ? ഇന്ത്യയുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ നീക്കം, ഈ തരത്തിലുള്ള വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളും നേരിട്ടാണ് വെടിനിർത്തൽ തീരുമാനിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഇന്ത്യ പങ്കുവയ്ക്കുന്നത്. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്ന പോരാട്ടത്തിന് ഇതോടെ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. സാധാരണ ഒരു ദിവസം ഒരു നേരം മാത്രമാണ് വാർത്താ സമ്മേളനം നടക്കണമെങ്കിൽ അല്പസമയത്തിനകം രണ്ടാമത്തെ വാർത്താ സമ്മേളനം നടത്തും എന്നുള്ള വിവരം പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ കാത്തിരുന്നതാണ്. ഏറെ നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോഴാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പറയുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മൂന്നാമത് ഒരു കക്ഷിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെയാണ് ഇത് തീർത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും അമേരിക്കയുടെ എല്ലാ അവകാശവാദവും ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നത്. കാര്യം നേരത്തെ നമ്മൾ വാർത്ത നൽകിയതുപോലെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ട്വീറ്റ് ചെയ്തതിൽ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായി വെടിനിർത്തൽ തയ്യാറായിരിക്കുകയാണ്, ഇത് ഉടൻ തന്നെ വെടിനിർത്തൽ എന്നൊരു പറഞ്ഞപ്പോൾ തന്നെ അത് അദ്ദേഹം അതിലൊരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയുള്ള. മുരളീധരൻ നായർ കടങ്ങല്ലൂർ ചേരുകയാണ്. ശ്രീ മുരളീധരൻ നായർ, വെടിനിർത്തൽ പ്രഖ്യാപനം വരികയാണ് ഈ നിമിഷം. അത് ട്രംപ് ആദ്യം ആ വിവരം പുറത്തുവിട്ടതിന് പിന്നാലെ പാകിസ്ഥാനും ഇന്ത്യയും അത് സ്ഥിരീകരിക്കുകയാണ്. സംഘർഷം ഇതോടുകൂടി അവസാനിക്കുകയാണ്. സമാധാനത്തിന്റെ പാതയിലേക്ക് ഇരു രാജ്യങ്ങളും പോകുന്നു. അത് ഇന്ത്യയുടെ വലിയ വിജയം തന്നെയല്ലേ ഈ നിമിഷം? നമസ്കാരം. ഇത് ട്രംപും അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും ഇത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ചില ഈ അർത്ഥം വരുന്ന ചില പ്രസ്താവനകൾ ട്വിറ്ററിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നിന്നും ഒരു വ്യക്തമായ ഒരു സൂചന ഇതിന് നമുക്ക് ലഭിച്ചിട്ടില്ല. ആകെ കിട്ടിയ ഒരു സൂചന ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും. ഇനി ഭാവിയിലുണ്ടാകുന്ന ഏത് ആക്ട് ഓഫ് ടെറർ, ഏത് തീവ്രവാദി ആക്രമണത്തെയും യുദ്ധത്തിന് സമാനമായി കണക്കാക്കുമെന്നും ആ നടപടികൾ അതനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്നും. അതൊരു പക്ഷേ അപ്പോൾ തന്നെ നമുക്കെല്ലാം സംശയം തോന്നിയിരുന്നു, എന്തോ ഒരു യുദ്ധം അവസാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ പ്രസ്താവന എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫോറിൻ സെക്രട്ടറിയുടെ ബ്രീഫിംഗ് ഉണ്ട്. അപ്പോഴായിരിക്കാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുക. ഏതായാലും യുദ്ധം ഒരു രാജ്യവും ആഗ്രഹിക്കാത്തതാണ്, ഇന്ത്യയും ആഗ്രഹിക്കാത്തതാണ്, ലോകത്ത് ഒരു രാജ്യവും ആഗ്രഹിക്കാത്തതാണ്. ഇന്ത്യ അത് കാരണം ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യാതിരിക്കാനായിട്ട്, അതിന്റെ തീവ്രത കൂട്ടാതിരിക്കാനായിട്ട് ഓരോ സ്റ്റേജിലും ശ്രമിച്ചിരുന്നു. ഇതിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന കഴിഞ്ഞ മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഒക്കെ നടന്ന ചർച്ച ഇപ്പോൾ ഒടുവിൽ ഫലം കാണുകയാണോ ചെയ്തിട്ടുണ്ടാവുക? അതെ, അവര് പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ 24 മണിക്കൂർ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കളോട് സംസാരിച്ചതിൽ നിന്നും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അമേരിക്കയുടെ മധ്യസ്ഥതാ ശ്രമം തന്നെയാണിത്. പക്ഷെ ഇന്ത്യയുടെ ഒരു ട്രഡീഷണൽ സ്റ്റാൻഡ്, ഇന്ത്യ പാകിസ്ഥാൻ കാശ്മീരിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരു മധ്യസ്ഥത, ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ സമ്മതിക്കില്ല എന്നായിരുന്നു. പക്ഷെ ഇത് തീർച്ചയായിട്ടും ഒരു യുദ്ധം അവസാനിക്കാനായിട്ട് ഒരു മൂന്നാം കക്ഷി ഇടപെട്ടു അല്ലെങ്കിൽ അവരുടെ സഹായം ഉണ്ടായി എന്നുള്ളത് യാതൊരു കുറവും ഉള്ളൊരു കാര്യമല്ല, നമുക്ക് സ്വാഗതം ചെയ്യാവുന്ന കാര്യമാണ്. നന്ദി. എന്തായാലും സുമോദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സുമോദ്, ഇവിടെ അമേരിക്കയുടെ അവകാശവാദം ഇന്ത്യ തള്ളുന്നുണ്ടോ? അമേരിക്കയുടെ അവകാശവാദങ്ങളെ പൂർണ്ണമായും ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാര്യം ഒരു മൂന്നാമത്തെ ഒരു കക്ഷിയുടെ ഇടപെടൽ ഒരു കാരണവശാലും ഒരിക്കലും ഇന്ത്യ ആഗ്രഹിക്കുന്ന കാര്യമല്ല. കാശ്മീർ വിഷയം പുകഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പതിറ്റാണ്ടുകളായി തന്നെ പല രാജ്യങ്ങളും, അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കാം എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇത് ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉള്ളൊരു പ്രശ്നമാണ്. മൂന്നാമതൊരു കക്ഷി വന്ന് ഇതിൽ മധ്യസ്ഥത വഹിക്കേണ്ട കാര്യമില്ല എന്ന ഒരു ശക്തമായ നിലപാടാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യ സ്വീകരിച്ചിട്ടിരിക്കുന്നത്. ആ നിലപാട് തന്നെ ഉയർത്തിപ്പിടിച്ചു ാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നിഷ്പക്ഷ ചർച്ച ഏതെങ്കിലും സ്ഥലത്ത് നടക്കും എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നേരിട്ടാണ് ചർച്ച നടത്തിയത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല പാക് DGMOയെ ഇന്ത്യ വിളിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് ചർച്ച, ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു മഞ്ഞുരുക്കം ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ എല്ലാവിധ അവകാശ
അവകാശവാദങ്ങളെയും തള്ളിക്കളഞ്ഞു എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഈ നിമിഷത്തിൽ പറയാൻ കഴിയും. കാരണം രണ്ട് രാജ്യങ്ങളും നേരിട്ടാണ് വെടിനിർത്തൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇന്ത്യ തന്നെ ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഇനി ഒരു കക്ഷിക്കും ഒരു സാധ്യതയില്ല. പലപ്പോഴും ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യമാകുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പല രാജ്യങ്ങളുടെ പലതരത്തിലുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകും. പക്ഷെ അതൊന്നും ഒരു അന്തിമമായിട്ട് ഒരു മധ്യസ്ഥത ചർച്ച വെച്ചിട്ട് തീർക്കുന്നതാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും.